സിനിജി, സുരേഷ് ഗോപി ഈ രംഗത്തെത്തുകയാണ് വീണ്ടും. സുരേഷ് ഗോപി പറയുന്നത് ജയമുറപ്പുള്ളവരെ സ്ഥാനാർത്ഥികളാക്കണം, അല്ലെങ്കിൽ നമുക്ക് പലയിടത്തും പരാജയം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന്. അപ്പോൾ കെ സുരേന്ദ്രൻ, ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നു ബി ജെ പിക്കാരും സ്ഥാനമോഹികളല്ല എന്ന്. അപ്പോൾ സുരേന്ദ്രൻ്റെ അഭിപ്രായത്തിൽ സ്ഥാനങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ പ്രവർത്തിക്കും, ജയമൊന്നും നമുക്ക് ആവശ്യമില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് സുരേഷ് ഗോപിക്ക് നൽകുന്നത്. കെ സുരേന്ദ്രൻ പറഞ്ഞത് സ്ഥാനമോഹികളല്ല മത്സരിക്കുന്നത്. അത് ശരിയാണ്. കാരണം നമുക്കറിയാലോ, കേരളത്തിൽ ബി ജെ പി വളർന്ന ഒരു ഘട്ടം നോക്ക്. ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളില്ലാത്ത എത്രയോ സ്ഥലങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു. അവിടെ നിന്നാണ് പടിപടിയായിട്ട് വളർന്നു വന്നത്. വളർന്നു വരാനുള്ള കാരണം എന്താ? ദേശീയ തലത്തിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു ഭരണം, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ അധികാരത്തിൽ വന്നതോടെ എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പി വളർച്ച പ്രാപിച്ചു. അങ്ങനെ കേരളത്തിലും വന്നു. ഇവിടെ സുരേഷ് ഗോപി പറഞ്ഞ ചില കാര്യം എന്താ? ആലപ്പുഴയിലെ ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യാനെത്തിയാണ്. അദ്ദേഹം പറയുകയാണ് ജയസാധ്യതയുള്ളവരെ മത്സരിപ്പിക്കണം. അതായത് 60% വിജയസാധ്യതയുള്ളവരെ സ്ഥാനാർത്ഥികളായി വെച്ചെങ്കിൽ ബാക്കിയുള്ള പ്രവർത്തനം, അധ്വാനമൊക്കെ ബി ജെ പി പ്രവർത്തകർ നടത്തിയാൽ മതി. ഇവിടെ എന്താ, ഒരു വിജയസാധ്യത അല്ലെ വിജയസാധ്യത 25% താഴെയാണെങ്കിൽ അധ്വാനിക്കേണ്ട ഈ പ്രവർത്തകരുടെ ഒരു ശ്രമം വളരെ കൂടുതലാണ്. അത് വേണ്ട എന്ന് പറഞ്ഞു. ഇപ്പം തന്നെ ഒരു ആലപ്പുഴയിലെ കാര്യം എടുത്തു. ഇപ്പോൾ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനമല്ലേ, ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ എത്തുകയാണ്. ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ ജില്ലയുമായി യാതൊരു ബന്ധവുമില്ല. പക്ഷേ കൃത്യമായ പോക്കറ്റുകളിലേക്ക് ശോഭാ സുരേന്ദ്രൻ ഇറങ്ങി ചെല്ലുകയും അതുവഴി ധീവര സമുദായത്തിൻ്റെയും ഈഴവ സമുദായത്തിൻ്റെയൊക്കെ വോട്ടുകൾ പോക്കറ്റിലാക്കുകയും ചെയ്തു. അതുവരെ കോൺഗ്രസിന് ലഭിച്ചുകൊണ്ടിരുന്ന വോട്ടുകളാണ് വളരെ കൃത്യമായി ബി ജെ പി പോക്കറ്റിലാക്കിയത്. അപ്പോൾ വിജയസാധ്യതയുള്ള ഒരു ക്രൗഡ് പുള്ളറായ നേതാവാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വവും ഞ്ഞതുകൊണ്ടാണ് അവരെ ആലപ്പുഴയിൽ മത്സരിപ്പിക്കാനായിട്ട് അയച്ചത്. അതുകൊണ്ട് എന്ത് ചെയ്തു? അവർക്ക് ഏത് പോക്കറ്റിലൊക്കെയാണോ വോട്ടുകൾ കൂടുതൽ കിട്ടാൻ കഴിയുക എന്നുള്ളത് കൃത്യമായ അന്വേഷണം നടത്തുകയും ബി ജെ പിയിലെ ജില്ലാ പ്രവർത്തകർ അവരോട് സഹകരിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് സംഭവിച്ചു പറഞ്ഞാൽ, കായംകുളം എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൻ്റെ കീഴിൽ ബി ജെ പി ഇത്തവണ 1ാം സ്ഥാനത്ത് വന്നു. അതായത് അതൊരു നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നെങ്കിൽ ബി ജെ പി ഒരുപക്ഷെ അവിടെ വിജയിക്കേനെ അത്രയും മുന്നേറ്റം നടത്തി. ഇനി ഹരിപ്പാട് തൊട്ടടുത്ത് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലം, അവിടെ 2ാം സ്ഥാനത്ത് ബി ജെ പി എത്തി. അപ്പോൾ ഇതൊക്കെ തന്നെ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കുത്തകയായിരിക്കും എന്ന് കരുതിയ പ്രദേശം ബി ജെ പിക്ക് സ്വാധീനിക്കാൻ കഴിയും. ആ മേഖലയിലേക്ക് ഇടിച്ചു കയറാൻ ശോഭാ സുരേന്ദ്രന് പറ്റി. എന്ന് പറയുന്നത് പോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, അവിടെയൊക്കെ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തി അവരെ മുന്നോട്ട് നയിക്കണം. നേരത്തെയുള്ള ആരോപണം എന്താ? കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ചില നേതാക്കൾ അവർക്ക് താല്പര്യമുള്ള നേതാക്കളെ സ്ഥാനാർത്ഥികളെ കൊണ്ട് നിർത്തുന്നു. അത് പാർട്ടിക്ക് ഗുണമാണോ ചെയ്യുന്നത്? അല്ല. ഇപ്പോൾ പാലക്കാട് തന്നെ നമുക്ക് എടുക്കാം. പാലക്കാട് സി കൃഷ്ണകുമാറിന് വലിയ താല്പര്യം നേതാക്കൾക്കിടയിൽ തന്നെ, അല്ലെങ്കിൽ അണികൾക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നില്ല. അവിടെ ശോഭാ സുരേന്ദ്രനോ അല്ലെങ്കിൽ കെ സുരേന്ദ്രനോ മത്സരിക്കട്ടെ, ഇനി ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയ സന്ദീപ് വാര്യർ ആയാലും മതി എന്നുള്ള ഒരു നിലപാട് വന്നിട്ട് പോലും സി കൃഷ്ണകുമാറിൻ്റെ പിന്നെ RSSനോടുള്ള അല്ലെങ്കിൽ RSSുമായുള്ള സി കൃഷ്ണകുമാറിൻ്റെ അടുപ്പമാണ് അദ്ദേഹത്തെ വ്യക്തിപരമായി പോലും ബി ജെ പിക്കാർക്ക് അവിടെ താല്പര്യമില്ലാതിരുന്നിട്ടും സി കൃഷ്ണകുമാർ അവിടെ സ്ഥാനാർത്ഥിയായത്. പക്ഷേ സ്ഥാനാർത്ഥിയായി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. അവർ പറയുന്നത് ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റ് അല്ല പാലക്കാട്, അതുകൊണ്ട് ബി ജെ പിക്ക് ആ സീറ്റ് നഷ്ടപ്പെട്ടു എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല എന്നാണ്. പക്ഷേ സിറ്റിംഗ് സീറ്റ് അല്ലെങ്കിൽ പോലും അത് പിടിച്ചെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതല്ലേ ഒരു സ്ഥാനാർത്ഥി ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും. അപ്പൊ അത് നഷ്ടപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അത് ചെയ്യാതെ, അല്ലെങ്കിൽ അവിടെ സ്വാധീനമുള്ള ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ, ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രനോ സന്ദീപ് വാര്യരോ ഒക്കെ നിന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി ജയസാധ്യത അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പു തന്നെയാണ്. അപ്പോൾ വ്യക്തികളെ നോക്കിക്കൊണ്ട്, ജയസാധ്യത ഇല്ലെങ്കിൽ പോലും വ്യക്തികളെ നോക്കിക്കൊണ്ട് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന ബി ജെ പിയുടെ ഇത്തരം നിലപാട് അത് അംഗീകരിക്കാൻ കഴിയില്ല. ഇപ്പൊ സുരേന്ദ്രൻ പറയുന്നു സ്ഥാനമോഹികളല്ല എന്ന് പറഞ്ഞാലും ബി ജെ പിക്ക് കേരളത്തിൽ ഒരു നിലനിൽപ്പ് വേണം എങ്കിൽ അവർ അത്തരത്തിൽ സ്ഥാനമോഹികളായി മുന്നോട്ട് പോകണം. ഇല്ലെങ്കിൽ പിന്നെ ബി ജെ പി എപ്പോഴും ഇവിടെ 3ാം മുന്നണിയായി ഈ 2ാം സ്ഥാനത്തും വോട്ടിംഗ് ഷെയർ കൂട്ടിയും ഞങ്ങൾ ഈ 10 മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്ത് വന്നില്ലേ, ഞങ്ങൾക്ക് 15% ഉണ്ടായിരുന്നത് 20% ഇങ്ങനെയൊക്കെ പറയാൻ മാത്രമേ ബി ജെ പിക്ക് കഴിയൂ. ഇപ്പോൾ സുരേന്ദ്രൻ പറയുന്നത് 30 സീറ്റുകൾ ഞങ്ങൾ പിടിച്ചെടുക്കും, അല്ലെങ്കിൽ 2030 ബി ജെ പി സംസ്ഥാനം ഭരിക്കും. സ്ഥാനമോഹികളല്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ 30 മണ്ഡലങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് നിങ്ങൾ സംസ്ഥാനം ഭരിക്കുമെന്നൊക്കെ പറയുന്നത്? അപ്പോൾ തീർച്ചയായിട്ടും
സുരേന്ദ്രന്റെ നേതൃപാടവം ഇതുവരെ സുരേഷ് ഗോപി വാ തുറക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹം വളഞ്ഞു മൂക്കിൽ പിടിക്കുകയാണെങ്കിൽ പോലും ഇത് സുരേന്ദ്രന്റെ നെഞ്ചത്തുള്ള കുത്ത് തന്നെയാണ്. കാരണം സുരേന്ദ്രൻ ഉൾപ്പെടെ ഉള്ളവരാണ് സി കൃഷ്ണകുമാറിനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കിയതിൽ മുന്നിട്ട് നിന്നത് എന്നുള്ള ചില വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈസിയായി പാലക്കാട് പിടിക്കാമായിരുന്നിട്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തെ പോലെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ് വന്നപ്പോൾ അദ്ദേഹത്തിലേക്ക് ആ സീറ്റ് പോയി എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിൽ BJPക്ക് വലിയ പരാജയം പല സ്ഥലങ്ങളിലും സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശോഭാ സുരേന്ദ്രൻ എവിടെയെങ്കിലും മത്സരിക്കാനായി കൊണ്ടു നിർത്തുക, അവർ അവിടെ വലിയ രീതിയിലുള്ള പ്രചരണം നടത്തി വോട്ട് പിടിച്ചെടുക്കുമ്പോൾ അടുത്ത തവണ അവരെ അവിടെ നിന്ന് മാറ്റിയിട്ട് ഇവർക്ക് വേണ്ടപ്പെട്ട ഒരാളെ കൊണ്ട് നിർത്തും, രണ്ടാം സ്ഥാനത്തേക്ക് വരും, വോട്ടിംഗ് ഷെയർ കൂട്ടും. അത് ശോഭാ സുരേന്ദ്രന്റെ കൂടി ഒരു സാന്നിധ്യവും സ്വാധീനമാണ്. അതുപോലും തിരിച്ചറിയാതെയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നീക്കം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയതെന്ന കാര്യത്തിൽ സംശയമില്ല അല്ലേ? അതെ, അപ്പോൾ തീർച്ചയായിട്ടും വിജയിക്കുന്നവരെ മാത്രമേ ലോകം അംഗീകരിക്കൂ. സുരേഷ് ഗോപി പറഞ്ഞാണ്. അല്ലാതെ ഈ BJPക്ക് ഇത്ര ശതമാനം വോട്ട് കിട്ടി, 60% വോട്ട് കിട്ടി, വോട്ട് ഷെയർ വർദ്ധിച്ചു, ഇതിലൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ വിജയിക്കുന്നത് ആരാണോ അവർക്ക് മാത്രമാണ് അംഗീകാരം ലഭിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അർഹമായ സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ യോഗ്യരായ സ്ഥാനാർത്ഥികളെ കണ്ട് അങ്ങനെ നിശ്ചയിച്ച് വേണം തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ. അല്ലെങ്കിൽ എന്താ കുഴപ്പം പറയാം, നിലവിൽ BJPക്ക് ഒരു MP ഉണ്ട്, സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി എങ്ങനെയാണ് അവിടെ വന്നത്? ആപ്റ്റായ സ്ഥാനാർത്ഥിയാണെന്ന് നാട്ടുകാർക്ക് തോന്നി, ജനങ്ങളുടെ വലിയ പിന്തുണ, ഒപ്പം BJPക്കാർ പുഷ് ചെയ്യുകയും ചെയ്തു. എന്ന് പറയുന്നത് പോലെ ഇടതുമുന്നണിക്കും വലതുമുന്നണിക്കും ബദലാണ് BJP എന്ന് ജനം പറയുന്നുണ്ട്. പക്ഷെ ആ രീതിയിലൂടെ ക്യാമ്പയിനിലൂടെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ BJP കഴിയുന്നില്ല. അപ്പോൾ BJPയിലെ ചില നേതാക്കൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി അല്ലെ നേതൃത്വം നൽകാൻ വേണ്ടി നിൽക്കുന്നതാണ്, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്നില്ല. അപ്പോൾ ജനകീയത ഇല്ലാത്ത, ജനങ്ങളുടെ വലിയ പിന്തുണയില്ലാത്ത നേതാക്കളാണ് BJPയുടെ ഇന്നത്തെ കേരളത്തിലെ വളർച്ചയ്ക്ക് തടസ്സമെന്നാണ് സുരേഷ് ഗോപി ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞത്. അപ്പം നേരിട്ട് സുരേഷ് ഗോപി എന്തുകൊണ്ടാണ് പറയാത്തത്? അദ്ദേഹത്തിന് സംസ്ഥാന നേതൃത്വത്തിൽ പദവികളൊന്നുമില്ല. ഒരു പക്ഷേ ഇനി പാർട്ടി പുനഃസംഘടന ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും പദവി കൊടുക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷേ സുരേഷ് ഗോപി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും ആദർശങ്ങളും വളരെ കൃത്യമാണ്. എവിടെയാണ് BJPക്ക് ഉണ്ടാകുന്ന പാളിച്ചകൾ? കേരളത്തിലെ ജനങ്ങൾ അവരെ സ്വീകരിക്കാൻ തയ്യാറാണ്. ആ സ്വീകരിക്കാൻ തയ്യാറായ കേരളത്തിലെ ജനങ്ങൾക്കെതിരെ ഒരു വികാരം ഉണർത്തി വിടാൻ CPM-നും സാധിക്കുന്നു, കോൺഗ്രസിനും സാധിക്കുന്നു. പ്രത്യേകിച്ച് പറഞ്ഞാൽ മുസ്ലിം വികാരങ്ങളൊക്കെ വിടാൻ. അങ്ങനെയല്ല എന്നും കേന്ദ്ര നേതൃത്വം നടത്തുന്ന പദ്ധതികൾ അത് എത്ര മനോഹരമായിട്ടാണ് ഓരോ സംസ്ഥാനങ്ങളും നടപ്പാക്കുന്നത്, ജനങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടുന്നത്. കേരളത്തിൽ തന്നെ എത്ര പദ്ധതികൾ, കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കും. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ അത് സംസ്ഥാനം നടപ്പാക്കുന്നവരാണ് എന്ന രീതിയിൽ അവർ വലിയ പ്രചരണം നടത്തുകയും ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുകയൊക്കെ ചെയ്യുന്നു. മാത്രമല്ല CPM പ്രവർത്തകർ എന്ന് പറയുന്നത് എലക്ഷൻ ഇല്ലെങ്കിൽ കൂടിയും ജനങ്ങളുടെ അടുത്ത് പോയി സംവദിക്കുകയും അവരുമായി ആശയവിനിമയം നടത്തുകയും ഒക്കെ ചെയ്ത് നല്ല ബന്ധം പുലർത്തുന്നുണ്ട്. കേരളത്തിലെ കുറച്ചു ഭാഗത്ത് മാത്രമാണ് BJP പ്രവർത്തകർക്ക് അത്തരത്തിൽ ജനങ്ങളുമായി വലിയ സമ്പർക്കമുള്ളത്. അപ്പോൾ സുരേഷ് ഗോപി പറയുന്നത് അങ്ങനെയല്ല, നല്ല സമ്പർക്കമുള്ള ആളുകളെ കണ്ടെത്തി അവരിൽ നിന്നും നേതൃപാഠമുള്ളവരെ തിരഞ്ഞുപിടിച്ച് അവരെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഉൾപ്പെടെ കൊണ്ടുവരണം. അപ്പോൾ സുരേന്ദ്രൻ എന്താ പറയുന്നത്? BJPയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആകണമെന്നോ MLA ആകണമെന്നോ MP ആകണമെന്നോ ആഗ്രഹിച്ചല്ല പാർട്ടിയിലേക്ക് വരുന്നത്. ശരിയായിരിക്കാം, പക്ഷേ ജനപ്രതിനിധി ആവുക എന്നതാണ് ഒരു നാട്ടിലെ ഒരു പ്രദേശത്തെ ജനങ്ങളെ പ്രതിനിധീകരിച്ച് ഔദ്യോഗികമായ കാര്യങ്ങൾ നേടിയെടുക്കാൻ എളുപ്പം. അപ്പോൾ അത്തരത്തിലുള്ള സാധ്യതയാണ് ഇത്രയും കാലം CPM ഉപയോഗപ്പെടുത്തിയത്. അവർക്ക് കേഡർ സ്വഭാവമുണ്ട്. ഏതാണ്ട് സമാനമായ സ്വഭാവം BJPക്ക് ഉണ്ടെങ്കിലും നേതൃത്വത്തിലെ ചിലരുടെ അനാവശ്യമായ താല്പര്യങ്ങളും അവരുടെ സ്വാർത്ഥതയും സാധാരണക്കാരെ അവരിൽ നിന്ന് അകറ്റി നിർത്തും. അല്ലെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ വലിയ വിജയം നേടി, ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ വലിയ മുന്നേറ്റം നടത്തി, ആറ്റിങ്ങൽ V മുരളീധരന് മികച്ച രീതിയിൽ വോട്ട് നേടാൻ കഴിഞ്ഞു, തിരുവനന്തപുരത്ത് ശശി തരൂരിനെ പേടിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ലോക്സഭാ മണ്ഡലത്തിൽ പോലും വിജയം നേടി, ഒരു 20ഓളം നിയമസഭാ മണ്ഡലത്തിൽ ഒന്നാമതെത്തിയില്ല. അപ്പോൾ BJPക്ക് സാധ്യതയുണ്ട്. ഈ സാധ്യതകളെ ഇല്ലാതാക്കുന്ന ചില നേതാക്കളുടെ നിലപാടാണെന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി ഇൻഡയറക്റ്റായിട്ട് ആരെ തന്നെ പറഞ്ഞു? സുരേന്ദ്രനെ തന്നെ പറഞ്ഞത് തന്നെയാണ്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവും സുരേന്ദ്രൻ ഉണ്ടായാൽ BJP ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും വിജയത്തിലേക്ക്, എന്ന് വെച്ചാൽ ഈ കേരളം ഭരിക്കുന്ന വിജയത്തിലേക്ക് എന്നൊന്നും പിന്നെ വിടുവായിത്തരം പറയാൻ ഞാൻ ആളല്ല. പക്ഷേ എങ്കിൽ പോലും 1-2 മണ്ഡലങ്ങളിൽ, നിയോജകമണ്ഡലങ്ങളിൽ ഒരു MLA എങ്കിലും BJPക്ക് ആ നിയമസഭയിൽ ഒന്ന് രാജഗോപാലിന് ശേഷം കാലെടുത്ത് വെക്കാൻ ആർക്കെങ്കിലും ഭാഗ്യം കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. അതിന് സുരേന്ദ്രൻ തന്നെ BJP അധ്യക്ഷനായിരിക്കുന്നു എങ്കിൽ, പുനഃസംഘടനയ്ക്ക് ശേഷം എന്താണെന്ന് അറിയില്ല,
ഇരിക്കുന്നുവെങ്കിൽ സുരേന്ദ്രൻ അത് മുൻകൈ എടുത്ത് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ അത് സാധ്യമാകൂ. മാത്രമല്ല ഇനി ഒരു വർഷം മാത്രമേ ഉള്ളൂ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ. അത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പാണ് ജനങ്ങളുമായി ഏറ്റവും അധികം ബന്ധപ്പെടാനുള്ള ഒരു മാർഗം. സ്വാഭാവികമായും പഞ്ചായത്തിലേക്കുള്ള മെമ്പർമാർ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർമാർ ഇവരെയൊക്കെ തിരഞ്ഞെടുക്കാൻ അർഹരായ BJP കാൻഡിഡേറ്റിനെ കണ്ടെത്തി അവരെ അവതരിപ്പിക്കാൻ കഴിയണം. അവരിലൂടെ മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വോട്ടുകൾ സമാഹരിക്കാൻ BJP കഴിയുള്ളൂ. ചില മേഖലകളിൽ കാലങ്ങളായി CPM-നും കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഒക്കെ കുത്തകയുള്ള സ്ഥലമാണ്. ആ സ്ഥലങ്ങളിൽ ഒറ്റയടിക്ക് കയറാൻ പറ്റില്ല. പക്ഷേ ചാഞ്ചാടി നിൽക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, ചെറിയ വോട്ട് വ്യത്യാസത്തിലൊക്കെ വിജയിക്കുന്ന സ്ഥലങ്ങൾ, അവിടേക്ക് കൃത്യമായിട്ട് BJPക്ക് കടന്നു കയറാൻ കഴിയും. ആർജവമുള്ള നേതൃത്വം കേരളത്തിലും വിചാരിച്ചാൽ അത്തരത്തിൽ വൻ വിജയങ്ങൾ നേടാൻ കഴിയും. അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു ആദ്യത്തെ തങ്ങളുടെ കടമ്പയാണെന്ന് കണ്ട് BJP പ്രവർത്തിക്കണമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിൽ ഈ സുരേന്ദ്രനും ബാക്കിയുള്ള നേതൃത്വമൊക്കെ അത് മനസ്സിലാക്കുമെന്ന് കരുതാം. എന്തായാലും സുരേഷ് ഗോപി വാ തുറന്നത് വളരെ പ്രതീക്ഷ നൽകുന്നതാണെന്നാണ് BJPയുടെ പ്രവർത്തകർ തന്നെ പറയുന്നത്. തീർച്ചയായിട്ടും.